ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ദൈവങ്ങളുടെ നാടായ നേപ്പാൾ നൂറ്റാണ്ടുകളായി ഈ കൊച്ചു രാജ്യത്തെ നയിച്ചിരുന്നത് ഒരു രാജവംശമായിരുന്നു, ഷാ രാജവംശം. നേപ്പാളിലെ ജനങ്ങൾക്ക് അവരുടെ രാജാവ് വെറുമൊരു ഭരണാധികാരി ആയിരുന്നില്ല, മറിച്ച് സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു. എന്നാൽ 2001 ജൂൺ 1 രാത്രി ആ വിശ്വാസങ്ങളുടെ എല്ലാം അടിത്തറ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളാൽ തകർത്തെറിയപ്പെട്ടു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരവും അവിശ്വസനീയമായ ഒരു കൂട്ടക്കുരുതിക്ക് കാഠ്മണ്ഡുവിലെ നാരായൺ ഹിതി രാജകൊട്ടാരം സാക്ഷ്യം വഹിച്ചു. സ്വന്തം ചോരയിൽപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കളെ ഒരു കിരീടാവകാശി തന്നെ വേട്ടയാടി കൊലപ്പെടുത്തിയ ആ കറുത്ത രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പ്രണയമോ അതോ അധികാരക്കൊതിയോ? എന്തായിരുന്നു ആ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ? ബീരേന്ദ്ര ബീർ ബിക്രം ഷാ എന്ന ബീരേന്ദ്ര രാജാവ് നേപ്പാൾ ജനങ്ങളുടെ പ്രിയങ്കരനായിരുന്നു. 1990 രാജ്യത്ത് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉയർന്നപ്പോൾ ജനങ്ങളുടെ ഹിതം മാനിച്ച് സമ്പൂർണ്ണ രാജവാഴ്ചയിൽ നിന്ന് ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്ക് മാറാൻ അദ്ദേഹം തയ്യാറായി. ബീരേന്ദ്ര ഒരു സമാധാനകാംക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം രാജ്യത്തിൻ്റെ അടുത്ത കിരീടാവകാശി മൂത്ത മകൻ ദിബേന്ദ്രയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടിയ ആധുനിക ചിന്താഗതിക്കാരനായ ഒരു യുവാവ്. സുമുഖൻ, ജനകീയൻ, സൈനിക പരിശീലനം ലഭിച്ചവൻ. നേപ്പാളിലെ യുവതലമുറ ദിബേന്ദ്രയെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ചിരിക്കുന്ന ആ മുഖത്തിന് പിന്നിൽ കടുത്ത മാനസിക സംഘർഷങ്ങളുടെയും പിടിവാശികളുടെയും ഒരു ഇരുണ്ട മുഖം കൂടി ഉണ്ടായിരുന്നുവെന്ന് കൊട്ടാരത്തിന് പുറത്തുള്ളവർ അറിഞ്ഞിരുന്നില്ല. ദിബേന്ദ്രയ്ക്ക് തോക്കുകളോട് വല്ലാത്ത ഭ്രമമായിരുന്നു, പ്രത്യേകിച്ചും അമേരിക്കൻ, ജർമ്മൻ നിർമ്മിത തോക്കുകളോട്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തോക്കുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ദിബേന്ദ്ര വളരെ ദേഷ്യക്കാരനായി മാറും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഒരു പ്രണയമായിരുന്നു. ഇംഗ്ലണ്ടിലെ പഠനകാലത്താണ് ദിബേന്ദ്ര ദേവയാനി റാണയെ കണ്ടുമുട്ടുന്നത്. നേപ്പാളിലെ തന്നെ മറ്റൊരു പ്രബലമായ രാഷ്ട്രീയ പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു അവർ. എന്നാൽ ഈ പ്രണയം നാരായണഹിതി കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറി. ദിബേന്ദ്രയുടെ അമ്മ രാജ്ഞി ഐശ്വര്യ ഈ ബന്ധത്തെ കഠിനമായി എതിർത്തു. കാരണങ്ങൾ പലതായിരുന്നു. ദേവയാനിയുടെ കുടുംബവും ഷാ രാജവംശവും തമ്മിലുള്ള പഴയകാല രാഷ്ട്രീയ ശത്രുതകൾ, ദേവയാനിയുടെ കുടുംബത്തിന് ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധം എന്നിവയെല്ലാം രാജ്ഞിയെ അലോസരപ്പെടുത്തി. പോരാത്തതിന് കൊട്ടാരത്തിലെ ജ്യോതിഷികൾ ഈ യുവരാജാവിനെക്കുറിച്ച് ഒരു ഭയാനകമായ പ്രവചനം നടത്തിയിരുന്നു. ദിബേന്ദ്ര 35 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചാൽ അത് ബീരേന്ദ്ര രാജാവിൻ്റെ മരണത്തിനോ രാജവംശത്തിൻ്റെ നാശത്തിനോ കാരണമാകും എന്നായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. ദിബേന്ദ്രയ്ക്ക് അന്ന് 29 വയസ്സായിരുന്നു പ്രായം. പ്രണയവും കുടുംബവും തമ്മിലുള്ള ഒരു വടംവലിയിൽ ദിബേന്ദ്ര അകപ്പെട്ടു. രാജകുടുംബം അദ്ദേഹത്തിന് മുന്നിൽ 2 വഴികൾ വെച്ചു. ഒന്നുകിൽ ദേവയാനിയെ മറന്ന് അവർ കണ്ടെത്തുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അടുത്ത രാജാവാകുക, അല്ലെങ്കിൽ പ്രണയിനിയെ സ്വീകരിച്ച് കിരീടാവകാശം ഇളയ സഹോദരൻ നിരാരജന് വിട്ടുകൊടുക്കുക. ഇത് ദിബേന്ദ്രയെ കടുത്ത നൈരാശ്യത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും നയിച്ചു. 2001 ജൂൺ 1 അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാ മാസത്തെയും 3-ാമത്തെ വെള്ളിയാഴ്ച രാജകുടുംബാംഗങ്ങൾ നാരായൺ ഹിതി കൊട്ടാരത്തിൽ ഒത്തുകൂടുക പതിവാണ്. അന്നും അവരെല്ലാവരും എത്തിച്ചേർന്നു. ബീരേന്ദ്ര രാജാവ്, ഐശ്വര്യ രാജ്ഞി, മക്കളായ നിരാരജൻ, ശ്രുതി, രാജാവിൻ്റെ സഹോദരങ്ങളായ ധീരേന്ദ്ര, മറ്റു ബന്ധുക്കൾ. ആകെ 24 പേർ ആ ബില്യാർഡ്സ് റൂമിൽ ഒത്തുകൂടിയിരുന്നു. ബീരേന്ദ്ര രാജാവിൻ്റെ ഇളയ സഹോദരൻ ജ്ഞാനേന്ദ്ര അന്നൊരു ഔദ്യോഗിക ആവശ്യത്തിനായി കാഠ്മണ്ഡുവിന് പുറത്തായിരുന്നു. രാത്രി 7:30 ദീപേന്ദ്ര കൊട്ടാരത്തിലെത്തി. അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു. കാമുകി ദേവയാനിയുമായി അദ്ദേഹം ഫോണിൽ 3 തവണ സംസാരിച്ചു. അവസാനത്തെ കോളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: "ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഗുഡ് നൈറ്റ്." മദ്യപിച്ച് ലക്ക് കെട്ട ദീപേന്ദ്രയെ ഇളയ സഹോദരൻ നിരാരജനും ബന്ധുവായ പരസും ചേർന്ന് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി കിടത്തി. കിടപ്പുമുറിയിൽ നിന്നും എഴുന്നേറ്റ ദിബേന്ദ്ര സൈനിക വേഷം ധരിച്ചു. തൻ്റെ ആയുധ ശേഖരത്തിൽ നിന്ന് ഏറ്റവും മാരകമായ തോക്കുകളെടുത്ത് അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു. ആരുടെയും തടസ്സങ്ങളില്ലാതെ അദ്ദേഹം ബില്യാർഡ്സ് റൂമിലേക്ക് കടന്നു. തൻ്റെ കുടുംബാംഗങ്ങളെ നോക്കി ഒന്ന് നിന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ, ഒന്നും സംസാരിക്കാതെ ദിബേന്ദ്ര തൻ്റെ M16 റൈഫിളിൽ നിന്ന് അച്ഛൻ ബീരേന്ദ്ര രാജാവിന് നേരെ വെടിയുതിർത്തു. കഴുത്തിലും വയറിലും വെടിയേറ്റ രാജാവ് തറയിൽ വീണു. കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു തമാശയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു.
പക്ഷെ ചോര തെറിച്ചു വീഴുന്നത് കണ്ടപ്പോൾ അവിടെ നിലവിളികൾ ഉയർന്നു. ദിപേന്ദ്ര മുറിയിൽ നിന്നും പുറത്തുപോയി. ഉടനെ മറ്റൊരു തോക്കുമായി മടങ്ങി വന്നു. തൻ്റെ നേർക്ക് വന്നവരെയെല്ലാം അദ്ദേഹം വെടിവെച്ച് വീഴ്ത്തി. പിതാവിന് കവചമായി മാറാൻ ശ്രമിച്ച സഹോദരി ശ്രുതി, അമ്മാവൻ ധീരേന്ദ്ര, മറ്റു ബന്ധുക്കൾ, ആയുധമില്ലാത്ത നിസ്സഹായരായ തൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ അദ്ദേഹം തുരുതുര വെടിവെച്ചു. അവിടെ ചോരപ്പുഴ ഒഴുകി. രക്ഷപ്പെടാനായി ഐശ്വര്യരാജ്ഞിയും ഇളയ മകൻ നിരാരജനും പൂന്തോട്ടത്തിലേക്ക് ഓടി. എന്നാൽ യമദേവനെ പോലെ ദിപേന്ദ്ര അവരുടെ പിന്നാലെ എത്തി. തൻ്റെ സ്വന്തം അമ്മയെയും അനിയനെയും അദ്ദേഹം വെടിവെച്ചു കൊന്നു. രാജ്ഞി ഐശ്വര്യയുടെ മുഖം തിരിച്ചറിയാനാവാത്ത വിധം തകർന്നിരുന്നു. എല്ലാം കഴിഞ്ഞു. നേപ്പാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രാജകുടുംബം ആ കൊട്ടാരത്തിൽ ചോരയിൽ കുളിച്ചു കിടന്നു. വെറും 15 മിനിറ്റുകൾ. അതിനുള്ളിൽ 9 പേരെ ദിപേന്ദ്ര കൊലപ്പെടുത്തി. അവസാനം പൂന്തോട്ടത്തിൽ വെച്ച് സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത് ദീപേന്ദ്രയും താഴേക്ക് വീണു. പരിക്കേറ്റവരെയും മരിച്ചവരെയും കൊണ്ട് കാഠ്മണ്ഡുവിലെ സൈനിക ആശുപത്രികൾ നിറഞ്ഞു. ബീരേന്ദ്ര രാജാവ്, ഐശ്വര്യ രാജ്ഞി, നിരാരജൻ, ശ്രുതി തുടങ്ങി 9 പേർ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്നാൽ ദീപേന്ദ്ര മരിച്ചിരുന്നില്ല. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ ലോകം ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുണർന്നു. നേപ്പാളിലെ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവും കുടുംബവും കൊല്ലപ്പെട്ടു എന്നത് വിശ്വസിക്കാനായില്ല. രാജകുടുംബത്തിലെ നിയമപ്രകാരം രാജാവ് മരിച്ചാൽ അടുത്ത കിരീടാവകാശിയെ രാജാവായി പ്രഖ്യാപിക്കണം. വിരോധാഭാസമെന്ന് പറയട്ടെ, സ്വന്തം കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ കോമയിൽ കിടക്കുന്ന ദിപേന്ദ്രയെ നേപ്പാളിൻ്റെ പുതിയ രാജാവായി പ്രഖ്യാപിച്ചു. പക്ഷേ ആ പദവി വെറും 3 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ജൂൺ 4-ന് ദിപേന്ദ്ര മരണത്തിന് കീഴടങ്ങി. ദിപേന്ദ്രയുടെ മരണശേഷം അന്ന് കൊട്ടാരത്തിൽ ഇല്ലാതിരുന്ന ബീരേന്ദ്രയുടെ സഹോദരൻ ജ്ഞാനേന്ദ്ര രാജാവായി സിംഹാസനത്തിലേറി. എന്നാൽ നേപ്പാളിലെ ജനങ്ങൾ ഇതൊരു സ്വാഭാവിക സംഭവമായി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സംശയങ്ങൾ പലതായിരുന്നു. അന്ന് ജ്ഞാനേന്ദ്ര എന്തുകൊണ്ട് കൊട്ടാരത്തിൽ വന്നില്ല? അദ്ദേഹത്തിൻ്റെ മകൻ പരസ് ആ മുറിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു? വലതുകൈയനായ ദിപേന്ദ്ര സ്വന്തം തലയുടെ ഇടതുവശത്ത് എങ്ങനെ വെടിവെച്ചു? അമേരിക്കയുടെ CIA, ഇന്ത്യയുടെ റോ തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പേരുകൾ വരെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഉയർന്നു വന്നു. ഇതിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ റോയുടെ പേരിന് തന്നെയായിരുന്നു കൂടുതൽ മുൻതൂക്കം. ബീരേന്ദ്ര ബിക്രം ഷാ കടുത്ത ഇന്ത്യ വിരോധനായിരുന്നു എന്നത് നേപ്പാളിൽ പരസ്യമായ ഒരു രഹസ്യമായിരുന്നു. രാജപദവി മോഹിച്ചിരുന്ന ജ്ഞാനേന്ദ്രയാണോ ഇനി ഇതിന് പിന്നിലെന്ന ഒരു സംശയവും ജനങ്ങൾക്കിടയിൽ ശക്തമായി. ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക സംഘം ഇതിന്മേൽ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഫോറൻസിക് തെളിവുകൾ എല്ലാം വിരൽ ചൂണ്ടിയത് ദിപേന്ദ്രയിലേക്ക് തന്നെയായിരുന്നു. മദ്യവും മയക്കുമരുന്നും പ്രണയനൈരാശ്യവും അദ്ദേഹത്തെ ഒരു സൈക്കോപാത്തിനെ പോലെയാക്കി മാറ്റിയിരുന്നു എന്നതാണ് സത്യം. ആ കൂട്ടക്കുരുതി വെറുമൊരു കൊലപാതക പരമ്പര ആയിരുന്നില്ല, അതൊരു രാജ്യത്തിൻ്റെ വിധിയെഴുത്തായിരുന്നു. ബീരേന്ദ്ര രാജാവിൻ്റെ മരണത്തോടെ നേപ്പാളിലെ രാജവാഴ്ചയോടുള്ള ജനങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെട്ടു. പുതിയ രാജാവ് ജ്ഞാനേന്ദ്രയ്ക്ക് രാജ്യത്തെ നിയന്ത്രിക്കാനായില്ല. മാവോയിസ്റ്റ് വിമതർ ഈ സാഹചര്യം മുതലെടുത്തു. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ 2008-ൽ നേപ്പാൾ രാജവാഴ്ച അവസാനിപ്പിച്ച് ഒരു റിപ്പബ്ലിക്കായി മാറി. 240 വർഷം പഴക്കമുള്ള നേപ്പാളിലെ ഷാ രാജവംശം അതോടെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് മറഞ്ഞു. ചിലപ്പോൾ ചരിത്രം കഥകളേക്കാൾ ഭയാനകമാണ് എന്ന് നമുക്ക് കാണാം. അധികാരം, പ്രണയം, അഹങ്കാരം ഇവ മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കാമെന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഉദാഹരണങ്ങളായിരുന്നു നാരായണഹിരി കൊട്ടാരത്തിൽ അന്ന് മുഴങ്ങിയ ആ വെടിയൊച്ചകൾ. അതുകൊണ്ട് തന്നെ കാഠ്മണ്ഡുവിലെ തണുത്ത കാറ്റിന് ചോരയുടെ മണം നൽകിയ ആ വെടിയൊച്ചകളുടെ ഓർമ്മകൾ കാലം മായ്ക്കാത്ത ചില മുറിവുകളായി ഇന്നും നേപ്പാളിൻ്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നു. ലോകം നടുങ്ങിയ ഒരു ദുരന്തത്തിൻ്റെ മായാചിത്രങ്ങൾ എന്ന പോലെ.